നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിജാബ് വിഷയത്തിൽ പ്രതികരണവുമായി പി.സി. ജോർജ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഹിജാബ് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലേ, അറിഞ്ഞില്ലേ എന്ന് പലരും വിളിച്ചു ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ 6 വർഷങ്ങളായി പറയുന്നുണ്ട്. അന്നൊക്കെ എല്ലാവരും എന്നെ വർഗീയവാദിയാക്കാൻ മത്സരിച്ചു. എതിർ ശബ്ദമുയർത്തിയ എന്നെ പൂഞ്ഞാറിൽ പരാജയപ്പെടുത്താനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കെണിയിൽ പലരും വീണു. എന്റെ പരാജയം അവരുടെ വിജയമായിരുന്നു. പിന്നീട് കഴിഞ്ഞ 5 വർഷങ്ങൾ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള കടന്നുകയറ്റം സമസ്ത മേഖലയിലും നമ്മൾ കണ്ടു, ഇപ്പോഴും കാണുന്നു, ഇനിയും കൂടുതൽ കാണാം. ഇത്രയധികം പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിച്ചു കേരളത്തിൽ. അവരെ എതിർക്കാൻ BJP അല്ലാതെ ഒരു രാഷ്ട്രീയ ശക്തിയും ഇന്ന് കേരളത്തിലില്ല. ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലുള്ളത് വൺ സൈഡ് മതേതരത്വം മാത്രമാണ്. ഇന്നും എന്നെ തെറി വിളിക്കുന്ന മതേതര ഹൈന്ദവനും ക്രൈസ്തവനും ഒരു നാൾ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെടും, കാലം ബോധ്യപ്പെടുത്തും എന്നാണ് പി.സി. ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഹിജാബ് ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. അന്തിമ തീരുമാനം എടുത്തില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ അനസ് പ്രതികരിച്ചത്. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി സ്കൂൾ PTA പ്രസിഡന്റ് വ്യക്തമാക്കി. ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചിരുന്നു. സ്കൂൾ മാനേജ്മെന്റിനെ വിമർശിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പരിഹരിക്കപ്പെട്ടെന്ന് കരുതിയ വിവാദമാണ് ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നത്. മുൻപ് നിബന്ധന സ്വീകാര്യമെന്ന് വ്യക്തമാക്കിയ രക്ഷിതാവ് സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സമ്മതപത്രം നൽകിയാൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാട് മാനേജ്മെന്റും ആവർത്തിച്ചു പറയുന്നുണ്ട്. അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടെയാണ് കുട്ടി ഇന്നും സ്കൂളിൽ എത്തില്ല എന്ന് പിതാവ് വ്യക്തമാക്കിയത്. പനിയെന്നാണ് വീട്ടുകാർ നൽകുന്ന വിശദീകരണം. എന്തായാലും സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ വ്യക്തമാക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചെന്ന് പറയുന്ന DOയുടെ ഫോൺ റെക്കോർഡ് PTA പ്രസിഡന്റ് പുറത്തുവിട്ടു. വിവാദത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന സ്കൂൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണം സ്കൂളിന് ഇപ്പോഴും ഉണ്ട്. എന്തായാലും കുട്ടി ഇനിയും ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ നിലപാടിൽ യാതൊരു മാറ്റവും സ്കൂൾ മാനേജ്മെന്റ് വെച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്കൂളിൽ തുടരാൻ സാധിക്കൂ എന്ന നിലപാടിലാണ്. പിന്നാലെ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം കുട്ടി മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിച്ചെത്താമെന്ന് പിതാവ് ഹൈബിയുടെ MPയുമായുള്ള സമവായ ചർച്ചയ്ക്ക് പിന്നാലെ അറിയിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് സ്കൂൾ അനുമതി നൽകണമെന്ന മന്ത്രിയുടെ പ്രസ്താവനയോടെ വീണ്ടും പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് നിലപാടിനെതിരെ സ്കൂൾ അധികൃതർ അതൃപ്തി പരസ്യപ്പെടുത്തി. വിഷയത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. പക്ഷേ വിവാദം കനക്കുകയാണ്. ഇതോടെ സ്കൂളിന് ഗുരുതര വീഴ്ച പറ്റിയെന്നുള്ള വിമർശനം മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വിഷയത്തിൽ സമവായമായില്ലെങ്കിൽ അത് നല്ല കാര്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെട്ട് പ്രശ്നം തീർത്തതായി മാധ്യമങ്ങളിൽ കണ്ടു. അങ്ങനെയെങ്കിൽ പ്രശ്നം അവിടെ വെച്ച് തന്നെ തീരട്ടെ. കുട്ടിയുടെ രക്ഷിതാവ് പഴയ നിലപാടിൽ നിന്നും മാറി ശിരോവസ്ത്രമില്ലാതെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാമെന്നതിലേക്ക് എത്തിയതാണ് അറിഞ്ഞത്. അതോടെ പ്രശ്നം തീർന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട്. പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിന് പിന്നിൽ SDPI ആണ് എന്നാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. രക്ഷിതാവിനൊപ്പം SDPI നേതാക്കൾ സെന്റ് റീത്ത സ്കൂളിലെത്തി അധികൃതരെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുകളുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട നടപ്പാക്കാനാണ് ശ്രമമെന്നും 10 വോട്ടിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഇതിന് ചൂട്ടുപിടിക്കുകയാണെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. സ്കൂളിന് BJPയുടെ സംരക്ഷണം ഉണ്ടാകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. എന്തായാലും മന്ത്രി V. ശിവൻകുട്ടി എടുത്ത നിലപാടാണ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി മാറുന്നത്. അതായത് സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ, വിഷയത്തിൽ മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. രക്ഷിതാവിന് പ്രശ്നമില്ല. ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നാണ് മന്ത്രി എടുത്ത നിലപാട്. അതേസമയം ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മന്ത്രിയുടേത് വിവേകരഹിതമായ പ്രസ്താവനകളാണ്. മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വഷളാക്കാനേ ഉപകരിക്കൂ.
പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞതിനു ശേഷം മന്ത്രി വിവേകരഹിതമായി പ്രസ്താവന ഇറക്കി. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നോക്കിയിരിക്കില്ലെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കത്തോലിക്ക കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹിജാബ് വിവാദത്തിൽ വിമർശനവുമായി സീറോ മലബാർ സഭ മുഖപത്രം രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹിജാബ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെ ബുധനാഴ്ചത്തെ മുഖപ്രസംഗത്തിൽ രൂക്ഷമായിട്ടാണ് സീറോ മലബാർ സഭ മുഖപത്രം വിമർശിച്ചത്. സ്കൂളുകളിൽ യൂണിഫോം മറയ്ക്കുന്ന വേഷം പാടില്ലെന്നും യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ബാലൻസ് ചെയ്താണ് പ്രതികരിച്ചത്. മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാര മുറിയുടെ ഹിജാബിന്റെ മുറിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മതമൗലികവാദത്തെ ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്ത ബോധം? ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യം കൊണ്ട് പ്രതിമുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം. മറ്റു വിദ്യാർത്ഥികളെ പോലെ പെരുമാറാൻ പറ്റില്ലെന്ന വാശിയിലാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടിയെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സ്കൂളിലേക്ക് മാറ്റണം. മതവർഗീയത സമൂഹത്തെ ഛിന്നഭിന്നമാക്കുന്ന ഇക്കാലത്ത് കുട്ടികളെങ്കിലും വെറുതെ വിട്ടുകൂടെ? ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരും പേടിച്ചു പിന്മാറണമെന്ന് പറയുന്ന നില രാഷ്ട്രീയ മൗനത്തിന്റെ കൂടി ഫലമാണിത്. മതേതരത്വമോ വർഗീയ പ്രീണനമോ ഏതെങ്കിലും ഒന്ന് പാർട്ടികൾ ഒഴിവാക്കണം. ജനം തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ എന്നാണ് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ തന്നെ ഒരു സ്കൂളിൽ നമസ്കാര മുറി വേണമെന്ന ആവശ്യമുയർന്നതിനെ മുഖപ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവരെ നിലയ്ക്ക് നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയും കത്തോലിക്ക സഭകളെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ കടുംപിടുത്തത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് പുറകോട്ട് പോയി. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി നടത്തിയ ചർച്ചയിൽ ഒരു മഞ്ഞുരുകൽ സംഭവിച്ചിരുന്നു. പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ചർച്ചയും നടന്നിരുന്നു. സർക്കാർ നടപടിയിൽ സഭ തൃപ്തി പ്രകടിപ്പിച്ചു. അതിനു പിന്നാലെയാണ് ഹിജാബ് വിവാദത്തിലെ മന്ത്രിയുടെ പ്രതികരണം വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.